നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും വാട്സപ്പിനകത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ആ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ എളുപ്പത്തിൽ അത് സെറ്റ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നമ്മൾ വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ശേഷം നമ്മുടെ സെറ്റിങ്സ് എന്നുള്ള ഏരിയയിലോട്ട് ജസ്റ്റ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് സെറ്റിങ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഏരിയ കാണാം. ജസ്റ്റ് നമ്മളതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഏരിയയിലാണ് നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ചേഞ്ച് പിന്ന് എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ട ഏരിയയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പുതിയ പിൻ നമ്പർ കൃത്യമായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പുതിയ പിൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഞാൻ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ റീ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൃത്യമായിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിനകത്തുള്ള 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പിന്ന് ഇവിടെ കൃത്യമായിട്ട് തന്നെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.